മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വിശുദ്ധമായ വചനങ്ങൾ ഹിറാ ഗുഹയിലേക്ക് ഇറക്കി കൊടുക്കുകയും മക്കക്കാരെ പ്രബോധനം ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കും, മക്കക്കാരെ പ്രബോധനം നടത്താൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി കടന്നു വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കാൻ മക്കക്കാരിൽ അധിക പേരും തയ്യാറായില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അടിച്ചുവിടാൻ തുടങ്ങി. ക്രൂരമായ താടന പീഡനങ്ങളായിരുന്നു. ചിലതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന പ്രവാചകന്റെ എഴുത്തലങ്ങളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്രമം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമ്മാവന്മാരുള്ള സ്ഥലമായ ത്വായിഫിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് സഹായം ചോദിക്കാനായി ചെന്നു. ഉമ്മയുടെ ആങ്ങളമാർ, അമ്മാവന്മാർ, നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകുമല്ലോ. മരുമകന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതിന് പകരം അവർ ആ നാട്ടിലുള്ള ഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് കൂക്ക് വിളിപ്പിക്കുകയും കുട്ടികളെ കൊണ്ട് കൂക്ക് വിളിപ്പിക്കുകയും കല്ലെറിയിപ്പിക്കുകയും ചെയ്തു ത്വായിഫുകാർ. ഇതായിരുന്നു മഹാനായ റസൂലുള്ളാഹി കേൾക്കേണ്ടി വന്നത്. തിരിച്ചു മക്കയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ മക്കക്കാർ മക്കയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ആരോടാണ് മക്കക്കാർ ക്രൂരത ചെയ്യുന്നത്? മക്കക്കാർ പറഞ്ഞു, ഇനി മക്കയിലേക്ക് കടക്കാൻ പാടില്ല. നീ ഞങ്ങൾക്കെതിരെ ത്വായിഫുകാരോട് സഹായം ചോദിക്കാൻ പോയതല്ലേ എന്ന് പറഞ്ഞു ശഅബ് അബീ താലിബ് എന്ന മെലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ തടഞ്ഞു വെച്ചു. അവർ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അതിശക്തമായ സൂര്യന്റെ വെയിൽ കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രയാസപ്പെടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹായവും തണലുമായി നിന്നത് അബൂ താലിബായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമല്ല അനുജന്മാർക്ക് പീഡനം സഹിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നത് പച്ചക്കുപ്പ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, ആ മണ്ണ് ചരിത്രത്തിലേക്ക് വരുന്നത്, ചിത്രത്തിലേക്ക് വരുന്നത്, ആ മണ്ണ് ഭൂമി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ എന്നല്ല പ്രപഞ്ചത്തിൽ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മണ്ണായി മാറിയത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്രമം സഹിക്കാനും കഴിഞ്ഞില്ല. ശത്രുക്കൾ അനുയായികൾക്ക് നേരെ ക്രൂരമായ പീഡനങ്ങൾ നടന്നു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറയേണ്ടതില്ലല്ലോ. സുമയ്യയുടെ ചരിത്രം നമ്മൾക്കറിയാവുന്നതല്ലേ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വസിച്ചുവെന്ന കാരണത്താൽ അതുവരെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ തോട്ടത്തിലെ ഈത്തപ്പഴം പറിക്കുന്ന ജോലിയായിരുന്നു. ഉമയ്യത്തിന്റെ അടിമയായിരുന്നു ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ ഈത്തപ്പഴം പറിക്കുമ്പോഴാണ് ആരോ പരിചയമുള്ള ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തിയത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിലാലിനെ തോന്നി റസൂലുള്ളാഹിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യത്തിന്റെ തോട്ടത്തിൽ നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇറങ്ങിച്ചെന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ചെന്നു. വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽ ആകൃഷ്ടനായി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ വിവരം ഉമയ്യത്ത് അറിയുമ്പോഴാണ് ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചുട്ടുപഴുത്ത മടകാരണത്തിൽ കിടത്തിയത്. കയ്യിൽ ചെങ്ങല ബന്ധിച്ചു, കാലിൽ ചെങ്ങല ബന്ധിച്ചു. ബിലാലിനോട് പറഞ്ഞു, ബിലാലേ, മുഹമ്മദിന്റെ വഴിയിൽ നിന്ന് നീ മാറി നിന്നെങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ച വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ, മുഹമ്മദിന്റെ അനുയായികളുടെ കൂട്ടത്തിലല്ല ഞാനെന്ന് പറയാൻ ഉമയ്യത്തെ ഞാൻ തയ്യാറില്ലെന്ന് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാം നെഞ്ചത്ത് ഘനമുള്ള പാറ എടുത്തു വെച്ച് സഖ്യങ്കരന്മാരോട് പറഞ്ഞത്, വലിക്കൂ ബിലാലിനെ. സൂര്യതാപമേറ്റ് ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം വലിക്കുമ്പോഴാണ് ഈ ചുട്ടുപഴുത്ത മണരാരണ്യത്തോട് തന്റെ ശരീരം ഒട്ടിച്ചേർന്ന് പോയിരിക്കുകയാണ്, ചുട്ടുപൊള്ളുകയാണ്. അപ്പോഴും ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, നിന്റെ കൈകളിൽ നിന്ന് ചെങ്ങല അടിച്ചു മാറ്റണമെങ്കിൽ, കാലുകളിൽ നിന്ന് ചെങ്ങല അടിച്ചു മാറ്റണമെങ്കിൽ മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ പിന്മാറി എന്ന് പറയണം. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അപ്പോഴും പറഞ്ഞത്, ഹൽഖ പേ രഹേ, സീനെ പേ ജല്ലാദ് രഹേ, ദിൽ മേ തേരി യാദ് രഹേ, ज़बान
എന്റെ കഴുത്തലങ്ങളിൽ നിങ്ങൾ ചാട്ടവാറുകൊണ്ട് എന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ അമ്പെഴുതാലും, എന്റെ കഴുത്തലങ്ങളിൽ നിങ്ങൾ ചാട്ടവാറ് കൊണ്ടടിച്ചാലും, എന്റെ ഗണ്ഡത്തിലേക്ക് നിങ്ങൾ അമ്പെഴുതാലും, എന്റെ നെഞ്ചത്തേക്ക് നിങ്ങൾ ചാട്ടവാറ് കൊണ്ടടിച്ചാലും, ഈ വഴിയിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്ക് നേരെ അക്രമം, അനുയായികൾക്ക് നേരെ അക്രമം, പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായത് മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന്. മദീനയിലേക്ക് ഹിജ്റ പോകാൻ കാരണമെന്താ? ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. കാരണം ഉമിർതു ബിഖറിയ തഅകുലുൽ ഖുറാ, എല്ലാ ഗ്രാമങ്ങളെയും ജയിച്ചടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ, അത് മദീനയാണ്. ആ മദീനയിലേക്ക് യാത്ര ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. ഉമിർതു ബിഖറിയ തഅകുലുൽ ഖുറാ യഖൂലുന ലഹാ യസ്രിബ് വഹിയൽ മദീന. ആളുകൾ യസ്രിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു. എന്തിനാണ്? വഹിയ തഅകുലുൽ ഖുറാ, ആ ഗ്രാമത്തിലെത്തി ഞാൻ എന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മറ്റു രാജ്യങ്ങൾ ആ പ്രദേശത്ത് വെച്ച് കീഴടക്കാൻ അല്ലാഹു എനിക്ക് വിജയിപ്പിച്ചു തരുന്ന പ്രദേശമാണത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങോട്ട് ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. ശത്രുക്കൾ തന്നെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുമ്പോഴാണ് അത്ഭുതകരമായ അല്ലാഹുവിന്റെ ഹബീബ് വമാ റമൈത ഇദ റമൈത വലകിന്നല്ലാഹ റമാ എന്ന വിശുദ്ധമായ വാക്യം ഈ വിഷയമാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്. താൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന്, ആ വീട്ടിൽ നിന്നൊരു പിടി മണ്ണ് വാരി അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതി ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ഹിജ്റ പോകുന്നത്. തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദാഇ. മദീനയുടെ പ്രത്യേകത എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പീഡനം സഹിക്കുന്നുവെന്ന് മദീനയിൽ നിന്ന് മക്കത്ത് വന്ന് വിശ്വസിച്ചു പോയ ചില ആളുകൾ അറിയാനിടയായി. മദീനക്കാർ മനസ്സിലാക്കിയപ്പോൾ മദീനക്കാർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അങ്ങ് ഈ നാട്ടിൽ നിന്ന് പോരൂ, ഞങ്ങളുടെ നാട്ടിലേക്ക് മദീനയിലേക്ക് പോന്നോളൂ, ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കാം, അങ്ങയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതനുസൃതമായാണ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. റസൂലുള്ള മദീനയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം മദീനക്കാർ അറിഞ്ഞത് മുതൽ മദീനക്കാർ പിന്നെ റസൂലുള്ളാഹിനെ കാത്തു കഴിയലായി. മദീനക്കാർ റസൂലുള്ളാഹിനെ കാത്തു കഴിയും. ചരിത്രം പറയുന്നു, ഓരോ ദിവസവും മദീനക്കാർ മദീനയുടെ ഉയർന്ന കുന്നുകളിൽ പോയി നിൽക്കുമത്രേ. റസൂലുള്ള വരുന്നപ്പോൾ റസൂലുള്ളാഹിനെ വരവേൽക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കാനായി മദീനയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇവർ പോയി നിൽക്കാറുണ്ടായിരുന്നു. വൈകുന്നേരം വരെ കാത്തിരിക്കും. സൂര്യൻ അസ്തമിക്കുന്നത് വരെ റസൂലുള്ളാഹിനെ കാണാതെയാകുമ്പോൾ അവർ നിരാശരായി മടങ്ങിപ്പോകുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലോ ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത് ഇറാ ഗുഹയിൽ ഒളിച്ചിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ യാത്ര താമസിച്ചു പോകാൻ കാരണം, വൈകാൻ കാരണം ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ വേണം രക്ഷപ്പെടാൻ. നിങ്ങൾ ചിന്തിക്കണേ എന്റെ സഹോദര, എത്ര ത്യാഗം സഹിച്ചാണ് ഈ വിശുദ്ധ ദീന് നമുക്ക് എത്തിച്ചെന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല എന്ന് വരെ ചില മദീനക്കാർ നനച്ചുപോയി. അങ്ങനെ റസൂലുള്ളാഹിനെ അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്നവരോട് നബി വരുന്ന വിവരം പറഞ്ഞു കൊടുത്തത് ഒരു ജൂത പണ്ഡിതനായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും
വിദൂരത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ജൂത പണ്ഡിതൻ മക്കൾക്ക് മദീനക്കാരോട് വിളിച്ചു പറഞ്ഞു, ഓ മദീനക്കാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ വരുന്നുണ്ട്. അവർക്കെങ്ങനത് മനസ്സിലായി? ഇദ്ദേഹം വേദഗ്രന്ഥം പഠിച്ചയാളാണ്, തൗറാത്ത് പഠിച്ചയാളാണ്, ഇൻജീലിൽ വിവരമുള്ളയാളാണ്. തൗറാത്തിലും ഇൻജീലിലും ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറയെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ജൂത ക്രൈസ്തവരുടെ വേദഗ്രന്ഥമായ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇൻജീലിലും ഈ പ്രവാചകൻ പരക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അവർക്ക് അവരുടെ മക്കളെ അറിയുന്നതിനേക്കാൾ മക്കളെ അറിയുന്ന പോലെ ഹബീബായ നബി അവർക്കറിയാമെന്ന്, അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയാനും കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വിവരം ആദ്യമായി ജൂത പണ്ഡിതനാണ് മദീനക്കാരോട് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് മദീനക്കാർ എന്ത് ചെയ്തുവെന്നറിയുമോ? ഒരു നാട്ടുകാർ ഈ പ്രവാചകനെ ആട്ടിയോടിച്ചപ്പോൾ ഇതിലൊരുപാട് സന്ദേശമുണ്ട്. മദീനയ്ക്ക് ലഭിച്ച ശ്രേഷ്ഠത എന്താണ് എന്ന് ഖിയാമത്ത് നാൾ വരെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. റൗളയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന പച്ചക്കുബ്ബ ലോകത്തിന് ആ സന്ദേശം നൽകുന്നുണ്ട്. അതുവരെ ചിത്രത്തിലില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത യസ്രിബിന് എന്റെ ഇത്ര വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക, ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക, മക്കയെ ഹറമായി പ്രഖ്യാപിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വ ഇന്നി ഹറംതുൽ മദീന. എത്ര അധികാര സ്വരത്തിലാ ഹബീബായ റസൂലുള്ളാഹി സംസാരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അധികാരമല്ല, റബ്ബിന്റെ വഹി അനുസരിച്ചുള്ള സംസാരമാണ്. ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക, മക്കയെ ഹറമായി പ്രഖ്യാപിച്ചത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വ ഇന്നി ഹറംതുൽ മദീന, മദീനയെ ഹറമാക്കി പ്രഖ്യാപിക്കുന്നത് ഞാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക ഹറമായതുപോലെ മദീനയും ഹറമാണ്. അന്ന് വരെ ചിത്രത്തിലില്ലാത്ത മദീന ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ സ്ഥാനത്തിന് അർഹമാവുകയാണ്. എന്തേ അതിന് കാരണം? റസൂലുള്ളാഹിന്റെ പാദം ആ മണ്ണിലൂടുന്നവരെ ആ മണ്ണിന് പ്രത്യേകതയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറയുന്നവരെ വസ്തുതകൾക്ക് നേരെ കണ്ണടക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. വസ്തുതകൾക്ക് നേരെ കണ്ണടക്കരുത്. റസൂലുള്ള ആ മണ്ണിലേക്ക് ഹിജ്റ ചെയ്തു പോകുന്നവരെ ആ മണ്ണിനൊരു പ്രത്യേകതയുമില്ല. ആ മണ്ണിന് അല്ലാഹു പ്രത്യേകത കൊടുക്കാൻ കാരണമെന്താ? പ്രവാചകനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചവരായിരുന്നു മദീനക്കാർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.